പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. കുറേ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നേരത്തെ മുന്നേ എല്ലാവരും പിടിച്ച് പൊക്കിയപ്പോൾ പറയാനുള്ളതൊക്കെ പോയി. നാസിർ ഭായിയുടെ പിടുത്തവും ഇവരുടെ പൊക്കലും എല്ലാം കൊഴിഞ്ഞുപോയി. ആസ്ഥാന മന്ദിരം നാൾവഴികളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2018 ആ സ്ഥലം വാങ്ങിയ സമയത്ത്, ചെട്ടിയാരുടെ മകൻ ബാബുവിൻ്റെ അടുത്ത് ആ സ്ഥലം വാങ്ങിയ സമയത്ത് ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ 7 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആ 7 അംഗ കമ്മിറ്റിയിലെ ചെയർമാൻ നമ്മുടെ ശുക്രിയ ഷാമാഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം നമ്മോട് വിട്ടു പറഞ്ഞു. ആ ബിൽഡിങ് പണി തീരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പരലോകത്തേക്ക് യാത്രയായി. 2018 സെപ്റ്റംബർ 10-ാം തീയതിയാണ് നമ്മൾ ബിൽഡിംഗ് വർക്കിലേക്ക് അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലം കൈവശം വാങ്ങിയത്. അതിനുശേഷം 2019 ജൂൺ 1-ാം തീയതി ആസ്ഥാന മന്ദിരത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പാറപ്പുറത്ത് ബാവാജിയാണ് അന്ന് ആസ്ഥാന മന്ദിരത്തിന് നമുക്ക് തറക്കല്ലിട്ടത്. അതിനുശേഷം എല്ലാവർക്കും അറിയാം, കോവിഡ്, അതേപോലെ മഹാമാരി, വെള്ളപ്പൊക്കം, ഇത് കാരണം ഏകദേശം 2 വർഷത്തോളം, 1.5 വർഷം ഏറ്റവും കുറഞ്ഞത്, നമ്മുടെ പണി ഒരു മന്ദഗതിയിലായിരുന്നു. എന്നാലും ജൂൺ മാസത്തിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ വർക്കുകളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഈ കോവിഡ് സമയത്തിന് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ട്രക്ചറൽ വർക്കുകൾ ആരംഭിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ട്രക്ചറൽ വർക്കുകൾ ആരംഭിക്കുന്ന സമയത്ത് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുക എന്നത്. പ്രീ ഫാബ് കോൺക്രീറ്റിന് പകരം, നമ്മൾ സാധാരണ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പകരം പ്രീ ഫാബ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ ആ തട്ടുകളും അതിൻ്റെ മേൽക്കൂരകളും നമ്മൾ നിർമ്മിച്ചു. അതിന് ചെറിയ രീതിയിൽ ഇരുമ്പിൻ്റെ സാധനങ്ങളും വലിയ ബീമുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലായിട്ട് ഒരു കേരള സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. കോൺക്രീറ്റ് സ്ട്രക്ചറിന് പകരം അത് ഒരു തട്ട്, അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ടൈല്, ഏറ്റവും മുകളിൽ ഓട്, ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മളത് സ്ട്രക്ചർ പണിതത്. ആ രീതിയിൽ നമ്മൾ സ്ട്രക്ചർ വർക്ക് കഴിച്ചു. അതിനുശേഷമാണ് ആ സ്ട്രക്ചർ വർക്ക് ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്നു. ആ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 2024 മുതലാണ് നമ്മൾ പൂർണ്ണ ശക്തിയോട് കൂടിയിട്ട്, അതായത് ഫുൾ ടൈം എൻഗേജ് ചെയ്തുകൊണ്ട് 2 പേരടങ്ങുന്ന ഒരു സംഘം, അതായത് ഞാനും ഷുക്കൂർ ഭായി, 4ാമത്തെ ഷുക്കൂർ ഇന്നിവിടെ വേദിയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് എന്തോ തിരക്ക് കാരണം പുറത്തു പോയതാണ്. അദ്ദേഹവും ഞാനുമായി എല്ലാ സമയവും ഡിസ്കസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ സമയത്തേക്ക് ബിൽഡിംഗ് വർക്ക് പൂർത്തീകരിച്ചു. ഈ മന്ദിരത്തെക്കുറിച്ച് ഇത്രയുമാണ് ആ സ്ട്രക്ചറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതല്ല കാര്യം. ഇനി ഇത് ഭംഗിയായി സൂക്ഷിച്ച് കൊണ്ടുപോകുന്നിടത്താണ് ഇതിൻ്റെ മുഖ്യ കാര്യങ്ങൾ കിടക്കുന്നത്. നല്ല രീതിയിൽ ഈ ബിൽഡിംഗ് മുന്നോട്ട് കൊണ്ടുപോവുകയും അത് എന്തിനാണ് വേണ്ടിയിട്ടാണോ നമ്മൾ നിർമ്മിച്ചത്, ആ നിർമ്മാണത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.